ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അർജുൻ്റെയും നയനയുടെയും വിവാഹത്തിലേക്കാണ് കേട്ടോ. അതിലോട്ട് ഇങ്ങനെ എത്തിപ്പെടുന്നുണ്ടോ. നയനം ഭാഗം 52. അതിലേക്ക് ഇങ്ങനെ എത്തിപ്പെടുന്നേ ഉള്ളൂ. അരുൺകുമാർ ഒന്ന് പരുങ്ങിക്കൊണ്ട് മനസ്സാ നിർഭയമായി അവൻ്റെ ബെഡിൽ വന്നിരുന്നു. അയാളെ കണ്ടതും അവൻ്റെ കണ്ണുകളെ മൂടിയ നിദ്ര എങ്ങോട്ടോ വിട്ടകന്നു. എന്തോ പറയാൻ ഉറപ്പിച്ചുകൊണ്ട് ഇരുവരും പരസ്പരം നോക്കി. ഞാൻ തിരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുടെയും മക്കളുടെയും അടുത്തേക്ക് പോയിക്കൂടെ? അരുൺകുമാർ പറയാൻ ഒരുങ്ങുമ്പോൾ തന്നെ അർജുൻ അവന് പറയാനുള്ളത് പറഞ്ഞു. അർജുൻ പറഞ്ഞത് കേട്ട് അയാൾ പറഞ്ഞു തുടങ്ങിയത് നിർത്തി. അയാൾ തൊണ്ടക്കുഴിയിൽ നിന്ന് ഉമിനീരിറക്കുന്നത് അവൻ നോക്കിയിരുന്നു. മക്കളൊക്കെ അവരുടെ ജീവിതം സേഫാക്കി പോയപ്പോൾ തനിച്ചായി പോയ നിങ്ങളുടെ മുൻ ഭാര്യയെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ഓർത്തിട്ടുണ്ടോ? അർജുൻ അയാളെ രൂക്ഷമായി നോക്കി. കുറ്റബോധത്താൽ അയാളുടെ തല താഴ്ന്നു. ജീവിക്കേണ്ട നല്ലൊരു പ്രായത്തിൽ കഴുത്തിലെ താലി അറുത്തു നിങ്ങൾ അവരെ ഒറ്റപ്പെടുത്തി. മക്കൾ വളർന്നപ്പോൾ അവരും. ഇനിയെങ്കിലും ആ പാവം സ്ത്രീയെ സ്നേഹിച്ച് കൂടെ കൂട്ടാൻ നോക്ക്. പ്രായശ്ചിത്തം ചെയ്യാൻ ഒരവസരമുണ്ടായിട്ടും അതിന് മുതിരാത്ത മനുഷ്യനോളം വിഡ്ഢിയായ മനുഷ്യർ ലോകത്ത് വേറെയുണ്ടോ? അർജുൻ പറയുന്നതിനോരോന്നും ആത്മസംഘർഷത്താൽ അയാൾ കണ്ണുകൾ അടച്ചു കേട്ടു. തൻ്റെ ജീവിതത്തെ തന്നേക്കാൾ മനസ്സിലാക്കിയ ഒരുവനാണ് ഈ മുൻപിലിരിക്കുന്നത്. വയസ്സിൽ തന്നേക്കാൾ ചെറുതും ജീവിതാനുഭവത്തിൽ തന്നേക്കാൾ മുതിർന്നവനും. അർജുൻ അവൻ്റെ മുൻപിൽ നന്നേ ചെറുതായിപ്പോയ മനുഷ്യനെ നോക്കി. തൻ്റെ മമ്മയും ഡാഡയും കാരണം ഈ ലോകത്ത് ദുരിതം അനുഭവിക്കുന്ന അനേകം പേരുണ്ടെന്നവന് തോന്നി. നയന നിധയുടെ കുറ്റിച്ചൂല് പോലത്തെ തലമുടി ചീകിയെടുത്ത് ഒരു ബണ്ണെടുത്ത് കെട്ടി മുറുക്കി. എൻ്റെ രോഗികൾ എന്നെ കാത്തു മുഷിഞ്ഞിട്ടുണ്ടാകും. നിധ നയനയെ കെട്ടിക്കൊടുത്ത മുടിയിലൊന്ന് തലോടി കൊണ്ട് പറഞ്ഞു. നിധാമ എന്നും ഓൺലൈൻ കൺസൾട്ടിങ്ങിന് കയറുമോ? നയന ചോദിച്ചു. കയറുമെന്നോ? നിധാമയുടെ ഓൺലൈൻ കൺസൾട്ടിങ് അവധി കൊടുക്കണമെങ്കിൽ വൈഫൈ സിഗ്നൽ പണി മുടക്കണം. അല്ലാതെ ഒരു ദിവസം പോലും അവളത് മുടക്കില്ല. മോഹൻ ആപ്പിൾ കഷ്ണം മുറിച്ചു വെച്ച പാത്രവും കൊണ്ടുവന്നു. അതിനെന്താ അങ്കിൾ, നല്ലതല്ലേ? അവൾക്ക് ഓമനത്തം തോന്നിയ കവിളൊന്ന് നുള്ളി. അതുകൊണ്ട് നമുക്ക് ഗുണമൊന്നുമില്ല. ഫ്രീ സർവീസാണ് നിൻ്റെ ഈ നിധാമ നൽകുന്നത്. എത്ര തവണ പറഞ്ഞു കൺസൾട്ടിങ്ങിന് ഫീ വാങ്ങാൻ? ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ആ കാശൂടെ ഉണ്ടായിരുന്നെങ്കിലേ നിൻ്റെ അർജുനേക്കാൾ പണക്കാരനായേനെ ഈ ഞാൻ. മോഹൻ കോളറൊന്ന് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ പേഷ്യൻസ് എന്ന് പറയുന്നതേ വാർദ്ധക്യവും രോഗങ്ങളും കൊണ്ട് വലയുന്ന നിർധരരായ ആളുകളാണ്. അവർക്ക് രോഗശമനം നൽകുന്നതിലാണ് എൻ്റെ സന്തോഷം. ഇതെൻ്റെ മനസ്സംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നതാ. അതിന് പണം വേണ്ട. ഭർത്താവിനോട് കള്ളക്കുറുമ്പ് കാണിച്ചു പറയുന്ന നിധയെ നയന വാത്സല്യത്തോടെ നോക്കി. നയന, അകത്തു നിന്ന് വിളിച്ചുകൊണ്ട് അർജുൻ വന്നു. ചെല്ല്. നിധ പറഞ്ഞതും അവൾ പുഞ്ചിരിയോടെ എഴുന്നേറ്റു. ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ നയന അവരുമായി നല്ലോണം കൂട്ടായി. നിധയും മോഹനും ഒരുപാട് കുസൃതികളുള്ള 2 കളിക്കൂട്ടുകാരായി. തനിക്ക് നാട്ടിൽ പോകണ്ടേ? ചെന്ന് റെഡിയാക്ക്. ഇപ്പോൾ പുറപ്പെട്ടാൽ മിഡ് നൈറ്റ് ആവുമ്പോഴേക്കും അങ്ങെത്താം. തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അർജുൻ വന്നു പറഞ്ഞു. ധരിച്ച ഷർട്ടിൻ്റെ കയ്യിലെ ബട്ടൺസ് ഇടുന്നവൻ ആ 3 പേരുടെ നിസ്സഹായ ഭാവവും ദുഃഖം നിറഞ്ഞ പരസ്പരം നോട്ടവും കണ്ടില്ല. എടോ, തഞ്ചി നിൽക്കാതെ ഒന്ന് സ്പീഡപ്പാക്ക്. അർജുൻ ഇപ്പോൾ തല ഉയർത്തി അവളെ നോക്കി. എന്നാൽ അവളുടെ നോട്ടം നിധയിലാണ്. എന്താ നിൻ്റെ മുഖത്തിനൊരു മാറ്റം? പോകണ്ടേ? അർജുൻ്റെ ചോദ്യത്തിൽ ഗൗരവമുണ്ട്. അതുകൊണ്ട് മറുപടി പറയാൻ അവൾക്ക് ഭയമാണ്. എടാ അർജുൻ, ആ കുട്ടി ഇവിടെ നിന്നോട്ടെ. മോഹൻ ഒരു അപേക്ഷയോടെ പറഞ്ഞു. ഹലോ, ഇവളെ ഞാൻ വല്ലയിടത്തു നിന്നും പൂത്തിക്കൊണ്ട് വന്നതല്ല. ഇത് ചോദിക്കാനും പറയാനും തള്ളയും തന്തയുമുള്ള മുതലാ. ഒക്കെ സഹിക്കാം. ഇവളുടെ ഒരു ഇളപ്പനെന്ന് പറഞ്ഞ ഒരാളുണ്ട്. വിളിച്ച ചെവി തല തരൂല. നീ അതൊന്നും കേട്ട് മണിയടിക്കേണ്ട. വേഗം പോയി ഡ്രസ്സ് മാറ്. നിനക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ ഞാൻ ആ ഹാൻഡ് ബാഗിൽ കുത്തി നിറച്ചിട്ടുണ്ട്. അർജുൻ ധൃതി കൂട്ടി അവളെ അകത്തേക്ക് പറഞ്ഞു വിട്ടു. 2 മോന്തയും കയറ്റി ഇരിക്കേണ്ട. ഞാൻ കെട്ടിക്കഴിഞ്ഞാൽ അവൾ ഇവിടെ തന്നെ ഉണ്ടാകും. അപ്പം അങ്ങോട്ട് സ്നേഹിച്ച് പണ്ടാരമടക്കിയാൽ മതി. ഒരു താലി പോലും കെട്ടാതെ അവളെ എങ്ങനെ ഇവിടെ പാർപ്പിക്കും? അവൻ മുഖം തിരിച്ചു ദേഷ്യം കാണിച്ചിരിക്കുന്ന നിധയുടെ വീൽ ചെയറിനരികിലിരുന്ന് അവരെ കെട്ടിപ്പിടിച്ചു. വിടടാ എന്നെ. ഇത്രയും നാളും
നീ അവളെ പുറപ്പിച്ചത് ഈ പറഞ്ഞ താലി ഉള്ളോണ്ടാകൂലേ? നിത അവനെ ഉന്തി മാറ്റി. ആ സത്യം, ഞാനന്ന് അവളെ വീട്ടിൽ കയറ്റി താലിയും കെട്ടി. ഞാൻ പറഞ്ഞത് നിതാമ മറന്നോ? അവൻ പുരികമുയർത്തി വിറപ്പിച്ചു. എടാ സാമദ്രോഹി, മുറിയടച്ച് ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ മാലയിട്ട് കൊടുത്താൽ അത് കല്യാണമാകുമോടാ? മോഹൻ ചാടി വന്ന് അവൻ്റെ തോളിലടിച്ചു. എനിക്കത് മതി. ഒരു ലിവിങ് ടുഗദറിന് അത് തന്നെ ധാരാളം. ആ മാന്യത പോലും കാണിക്കാതെ ജീവിക്കുന്നവരില്ലേ നമ്മുടെ കൂട്ടത്തിൽ? എന്തായാലും ഇവിടെ താമസിപ്പിക്കണമെങ്കിൽ നാട്ടുകാർ അറിഞ്ഞു കല്യാണം കഴിച്ചേ പറ്റൂ. അർജുൻ ആ തറയിൽ നിന്ന് എഴുന്നേറ്റതും നയന ബാഗും കൊണ്ട് പുറത്തേക്ക് വന്നിരുന്നു. കരഞ്ഞു മെഴുകി മൂക്ക് വലിച്ചു യാത്ര പറഞ്ഞിറങ്ങിക്കോ. ഞാൻ അപ്പോഴേക്കും കാർ ഇങ്ങോട്ട് കൊണ്ടുവരാം പറയുകയും ആ വലിയ മുറ്റത്തിൻ്റെ അങ്ങേ തലക്കിൽ കാണുന്ന കാറുകൾ നിർത്തിയിട്ട ഷെഡിലേക്ക് അവൻ നടന്നിരുന്നു. അർജുൻ പറഞ്ഞ പോലെ നിതയും നയനയും തമ്മിൽ കൂട്ടക്കരച്ചിലായിരുന്നു. ഇവറ്റകളെ കൊണ്ട് ഞാൻ തോറ്റു. കാറിലിരുന്ന് എത്ര ഹോണടിച്ചിട്ടും വരാത്ത നയനയെയും അവളെ വിടാത്ത നിതയെയും നോക്കി പല്ല് റുമ്മിക്കൊണ്ട് അർജുൻ കൂളിംഗ് ഗ്ലാസ് ഊരി. ചെല്ലുമോളെ. നിതേ, അവനെ ദേഷ്യം പിടിപ്പിക്കേണ്ട, കുട്ടി പൊയ്ക്കോട്ടെ. തെളിച്ചമില്ലാത്ത മുഖത്തോടെ മോഹൻ നയനയുടെ കൈ പിടിച്ചു ഡോർ തുറന്നു അവൻ്റെ കാറിൽ ഇരുത്തി ഡോറടച്ചു. ഞങ്ങളെന്നാ വീട്ടിലേക്ക് തിരിച്ചു പോകുകയാണ്. തിരിച്ചു വരുമ്പോൾ അങ്ങോട്ട് വാ. കല്യാണം ആവുമ്പോഴേക്കും ഈ വീട് പെയിൻറ്റിങ്ങും മറ്റു അറ്റകുറ്റപ്പണികൾക്കും കോൺട്രാക്റ്റ് കൊടുക്കാം. അർജുൻ്റെ ഭാഗത്തേക്ക് വന്നുകൊണ്ട് മോഹൻ പറഞ്ഞപ്പോൾ അവൻ അതിന് സമ്മതം എന്നതുപോലെ തലയാട്ടി. ആ കാർ തിരിഞ്ഞു വീടിൻ്റെ മുറ്റം കടന്നു പോകുമ്പോഴും നിധാമയെ നയന തിരിഞ്ഞു നോക്കി കൈ വീശി കാണിച്ചു. തനിക്ക് എന്നോട് ദേഷ്യമുണ്ടോ? അവൻ്റെ ചോദ്യത്തിന് അവൾ മറുപടി കൊടുത്തില്ല. എനിക്കിവിടെ കുറച്ചധികം ജോലികളുണ്ട്. കുത്തഴിഞ്ഞ എൻ്റെ ബിസിനസ് ട്രാക്കിൽ കയറ്റണം. പിന്നെ തന്നെ തിരിച്ചു കൊണ്ടാക്കുമെന്ന് ഞാൻ അപ്പച്ചന് വാക്കു കൊടുത്തതല്ലേ? അതെങ്ങനെ തെറ്റിക്കുക? അപ്പച്ചന് കൊടുത്ത ഒരു വാക്കും ഈ അർജുൻ തെറ്റിക്കില്ല പറയുകയും ദൃഢനിശ്ചയത്തോടെ അവൻ ആ കാറിൻ്റെ വേഗത കൂട്ടി. അർജുന് പിന്നീടുള്ള നാളുകൾ ഓട്ടപ്പാച്ചിലിൻ്റേതായിരുന്നു. തെറ്റിപ്പോയ വഴികൾ ഒരുപാട് തവണ കൂട്ടിയും കുറച്ചും അവൻ്റെ നഷ്ടങ്ങളുടെ കണക്കെടുത്തു. വില കൂടിയ പ്രോപ്പർട്ടികളിൽ പലതും വിറ്റ് കളഞ്ഞു. ആ നഷ്ടങ്ങൾ നികത്തി. പ്രഗത്ഭരായ പുതിയ ജീവനക്കാരെ അറോഷ് കമ്പനി ജോലിക്കെടുത്തു. കമ്പനി വിപുലീകരിച്ചു. പുതിയ ബ്രാഞ്ച് ആരംഭിച്ചു. അർജുൻ കിട്ടുന്ന സമയമൊക്കെ നയനയെ വിളിച്ചു ഇതുവരെ ചെയ്തു തീർത്ത കാര്യങ്ങളൊക്കെ അവളോട് പറയും. എന്തോ ഒരു മനസുഖം. അതിനിടയിൽ മറ്റൊരു സന്തോഷം കൂടി സംഭവിച്ചു. അർജുൻ നയനയ്ക്കും കുടുംബത്തിനും പുതിയ വീട് വാങ്ങി കോശിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു കൊടുത്തു. ആധാരം കോശിയുടെ കയ്യിൽ അർജുൻ ഏൽപ്പിക്കുമ്പോൾ വാവിട്ടൊരു കരച്ചിലൂടെ ആ സാധു മനുഷ്യൻ അവനെ കെട്ടിപ്പുണർന്നു. എൻ്റെ അപ്പച്ചന് സ്വന്തം മകൻ തരുന്ന വീടാ. ആധാരം കോശിയുടെ കയ്യിൽ അർജുൻ ഏൽപ്പിക്കുമ്പോൾ വാവിട്ടൊരു കരച്ചിലോടെ ആ സാധു മനുഷ്യൻ അവനെ കെട്ടിപ്പുണർന്നു. എൻ്റെ അപ്പച്ചന് സ്വന്തം മകൻ തരുന്ന വീടാ എന്നും പറഞ്ഞുകൊണ്ട് അവനും കോശിയെ നെഞ്ചോടടുക്കി. ഇനിയും ദുരന്തങ്ങൾ തന്നു ഞങ്ങളെ പരീക്ഷിക്കരുതേ എന്ന് പ്രാർത്ഥിക്കാനേ ആ രണ്ട് പെൺമക്കൾക്കും അമ്മച്ചിക്കും കഴിഞ്ഞതുള്ളൂ. അവരുടെ മുൻപത്തെ വീടുണ്ടായിരുന്ന സ്ഥലം ബുൾഡോസർ കൊണ്ട് നിരപ്പാക്കി അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് പണിയാനുള്ള ഏർപ്പാട് ചെയ്യാൻ അർജുൻ തോമസിനെ ഏൽപ്പിച്ചു. സൂപ്പർ മാർക്കറ്റിൻ്റെ നിർമ്മാണം ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. പണി പൂർത്തിയായാൽ കോശി അത് നോക്കി നടത്തിക്കോളും. സഹായത്തിന് ത്രേസ്യക്കും നിൽക്കാലോ. പുതിയ വീടിൻ്റെ ഗൃഹപ്രവേശനത്തിന് നിധയും മോഹനും അർജുൻ്റെ കൂടെ വന്നിരുന്നു. അവരെ കണ്ടതും ഏറെ നാളായി കാത്തിരുന്ന വിരഹവേദനകളൊക്കെയും നയന അവരെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു തീർത്തു. തുടക്കത്തിൽ കോശിക്കും ത്രേസ്യക്കും അവരോട് സംസാരിക്കാൻ ഒരു തരം സങ്കോചമായിരുന്നു. നിതയും മോഹനും വളരെ വേഗത്തിൽ അവരുമായി അടുത്തു പെരുമാറിയെങ്കിലും എന്തോ ഒരു ഭയത്താൽ ആ പാവങ്ങൾ അങ്കലാപ്പിലായി. പിന്നെ എപ്പോഴോ കുഞ്ഞുമോളുടെ കുസൃതി തരങ്ങൾ വഴിയും അവളുടെ വിശേഷങ്ങൾ പറഞ്ഞും അവർ ഒത്തുചേർന്നു. അതോടെ ഇരു കുടുംബങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമായി. നയനയെ ഞങ്ങളുടെ മരുമോളായി സ്വീകരിച്ച് കൊണ്ടുപോകാനാണ് ഇനി ഒരു വരവുണ്ടാകുക എന്നുറപ്പിച്ചു പറഞ്ഞ് അവർ അവിടെ നിന്നും യാത്രയായി. അതിനിടയ്ക്ക് ഒരു ദിവസം കൂടി അർജുൻ നയനയുടെ വീട്ടിൽ വന്നു. എന്തിനാണെന്ന് വെച്ചാൽ സൂസൻ്റെ വിവാഹം കൂടാൻ പോകാൻ വേണ്ടി. നയനയുടെ കൂടെ അപ്പച്ചനും അമ്മച്ചിയും കുഞ്ഞുമോളും ഉണ്ടായിരുന്നു. അവൾ തനിച്ചേ ഉണ്ടാവൂ എന്ന വിശ്വാസത്തിൽ സ്വപ്നം കണ്ടു. അവളിൽ നിന്നും പലതും മോഹിച്ചവൻ്റെ തലയിൽ ഇടുത്തി വീണതുപോലെയായി. ദിവസങ്ങൾ പിന്നെയും കൊഴിഞ്ഞുപോയി. നീരജയ്ക്ക് ഉറങ്ങാൻ അർജുൻ്റെ വീടിൻ്റെ തൊടിയുടെ മൂലയിൽ അസ്ഥിത്തറ ഒരുക്കി.
ഒടുക്കമില്ലാത്ത കാവലായി ആ അസ്ഥിത്തറയിൽ പൂക്കുന്ന തുളസി കതിരുകളിൽ നോക്കി തൻ്റെ കൂടെ ജീവിക്കാത്ത അമ്മ ഇനിയുള്ള കാലം കൂടെയുണ്ടെന്ന് കരുതി അവൻ ജീവിക്കട്ടെ. ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത് അർജുൻ്റെയും നയനയുടെയും കല്യാണത്തിലുള്ള ഒരുക്കങ്ങളാണ്. കല്യാണത്തിൻ്റെ തീയതി കുറിക്കുന്നതോടൊപ്പം കോശി മിശ്ര വിവാഹത്തിനുള്ള അനുമതി രൂപതയിൽ നിന്നും വാങ്ങിയിരുന്നു. അർജുൻ നിധയെയും മോഹനെയും കൂട്ടി 2 ദിവസം മുമ്പേ തന്നെ നയനയുടെ നാട്ടിലെത്തി ഹോട്ടലിൽ റൂം എടുത്തിരുന്നു. നയനയ്ക്ക് ധരിക്കാനുള്ള ആഭരണങ്ങൾ നിധ മുന്നേ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിലും മന്ത്രകോടി അവളുടെ ഇഷ്ടമനുസരിച്ച് വാങ്ങാമെന്നവർ തീരുമാനിച്ചു. ഹോട്ടലിൽ എത്തിയതും ഫ്രഷായി അർജുൻ നയനയെ കാണാൻ ഇറങ്ങി. അവൻ്റെ കണ്ണുകൾ തുടിക്കുന്നത് അവൾക്ക് വേണ്ടിയാണ്. അവളുടെ ഹൃദയം മിടിക്കുന്നത് അവൾക്ക് വേണ്ടിയാണ്. എൻ്റെ കണ്ണുകൾ തുടിക്കുന്നത് അവൾക്ക് വേണ്ടിയാണ്. അവൻ്റെ ഹൃദയം മിടിക്കുന്നത് അവൾക്ക് വേണ്ടിയാണ്. എടാ ചെക്ക, നീ ഞങ്ങളെ ഇവിടെ കൊണ്ടാക്കി ഇതെങ്ങോട്ട് പോകുന്നു? ഒരു മൂളിപ്പാട്ടും പാടി ഡോർ തുറന്നു പോകുന്നവനെ കണ്ണുരുട്ടി നോക്കി മോഹൻ ചോദിച്ചു. അത് ഞാൻ പിന്നെ അവിടെ. അവൻ നിന്ന് പരുങ്ങാണ്. നീ എവിടെ? നിധയുടെ കാല് തിരുമ്മി ഇരുന്നു കൊണ്ട് മോഹൻ അവനെ സൂക്ഷിച്ചു നോക്കുകയാണ്. എൻ്റെ മനുഷ്യ, നാളെ കഴിഞ്ഞാൽ എൻ്റെ കല്യാണമാണ്. എനിക്ക് പോയിട്ട് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. കെട്ടിയോനും കെട്ടിയോളും ഇവിടെ കാലും തിരുമ്മിയിരി. അർജുൻ നിധയുടെ മുഖം പിടിച്ചെടുത്ത് ഒരു ഉമ്മ കൊടുത്തു മുറിവിട്ടോടി. കണ്ടോ അവൻ്റെ ഒരു സന്തോഷം? ആ കുട്ടിയെ കാണാൻ പോകുന്നതാ. നിറഞ്ഞ മിഴികൾ തൂത്തുവിട്ട് അവർ ആ അടഞ്ഞു പോയ ഡോറിലേക്ക് നോക്കി. ഷോ, എന്നാലും കല്യാണം കഴിയുന്നത് വരെ ഇതൊന്നും പാടില്ലെന്നാ. എവിടെ? അതുവരെ കാത്തു നിൽക്കാൻ അവന് ക്ഷമയില്ല. മോഹൻ പറയുന്നതിലെ പരിഹാസം തിരിച്ചറിഞ്ഞു നിധ അയാളെ തുറപ്പിച്ചു നോക്കി. ദേ ചേച്ചി, അർജുനേട്ടൻ വന്നു. അർജുൻ്റെ കാർ റോഡിൽ വന്ന് നിൽക്കുന്നത് കണ്ടു കുഞ്ഞുമോൾ അകത്തേക്ക് നോക്കി കാറിക്കൂവി. ഈ പെണ്ണ് ഇത് നാട്ടുകാരൊക്കെ അറിയിക്കും. കണ്ണെഴുതുന്ന അവളുടെ കൈ പിടിച്ചു വരച്ച വരയും തെറ്റി. പിന്നെ അത് മായ്ച്ചു കളഞ്ഞു. ഐലൈനർ നേരെ വരച്ചെടുത്തപ്പോഴേക്കും കുഞ്ഞുമോൾ അകത്തേക്ക് കയറി വന്നിരുന്നു. ചേച്ചി, അർജുനേട്ടൻ. എൻ്റെ പെണ്ണെ, എനിക്ക് കാത് കേൾക്കാം. നീ ഒന്ന് പതുക്കെ പറ. അപ്പുറത്തൊക്കെ ഉള്ള ആളുകൾ ഉള്ളതാണ്. കല്യാണ വിശേഷം തിരക്കി അമ്മയുടെ സുഹൃത്തുക്കൾ അപ്പുറത്തുണ്ട്. നയനക്ക് അവൾ അർജുൻ്റെ കൂടെ പോകുന്ന കാര്യം ആരും അറിയരുതെന്ന ചിന്തയാണ്. അതിനെന്താ ചേച്ചി? ചേച്ചി ഒളിച്ചോടൊന്നുമല്ലല്ലോ. കെട്ടാൻ പോകുന്ന ആളുടെ ഒപ്പം പോകുന്നതെന്ന് ആരെങ്കിലും അറിഞ്ഞാലെന്താ? നീ എത്രയിൽ പഠിക്കുന്നെന്നാ പറഞ്ഞത്? അവളുടെ വലിയ വായിൽ വർത്താനം കേട്ട് സ്തംഭിച്ചു പോയി നയന. അപ്പച്ചനോടും അമ്മച്ചിയോടും അർജുനേട്ടൻ വരുമെന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പോയിട്ട് വരാമെന്ന് പറയേണ്ടതല്ലേ? അപ്പച്ചനെ നോക്കുമ്പോൾ അവിടെ എങ്ങും കാണുന്നില്ല. പള്ളിയിൽ പോയി എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്ന് നേരത്തെ പറയുന്നത് കേട്ടായിരുന്നു. ഇനിയിപ്പോൾ പണി നടക്കുന്ന സൂപ്പർ മാർക്കറ്റിൻ്റെ ഭാഗത്തേക്ക് എങ്ങാനും പോയോ ആവോ? നയൻ അടുക്കളയിൽ നിന്നെത്തി നോക്കുമ്പോൾ ത്രേസ്യയുടെ ചുറ്റും ഒരു ഗ്രാമത്തിലെ മുഴുവൻ സ്ത്രീകളുണ്ടെന്ന് തോന്നിപ്പോയി. ആ മഹിളാ സംഗമത്തിൻ്റെ ഇടത്തേക്ക് നയന അടുക്കളയിൽ നിന്നെത്തി നോക്കുമ്പോൾ ത്രേസ്യയുടെ ചുറ്റും ഒരു ഗ്രാമത്തിലെ മുഴുവൻ സ്ത്രീകളുണ്ടെന്ന് തോന്നിപ്പോയി. ആ മഹിളാ സംഗമത്തിൻ്റെ ഇടയ്ക്ക് ചെന്നെങ്ങനെ യാത്ര പറയും? കുഞ്ഞുമോളെ, ഇങ്ങു വാ. ഞാൻ അർജുനേട്ടൻ്റെ കൂടെ പോയെന്ന് നീ അമ്മച്ചിയോട് പറയണം. നയന പറഞ്ഞ് മുഴുമിപ്പിക്കും മുമ്പേ അവളൊരു കുതിപ്പാണ്. ഭാഗ്യത്തിന് കൈപ്പിടിയിൽ പിടുത്തം കിട്ടി. ഷോ, ഇപ്പോൾ എല്ലടി ബുദ്ധൂസേ, അവരൊക്കെ പോയിട്ട് പറഞ്ഞാൽ മതി. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നയന സ്വകാര്യം പറഞ്ഞു. വരുമ്പോൾ മിഠായി കൊണ്ടുവരാട്ടോ. കുഞ്ഞുമോൾ അത് കേട്ടപ്പോൾ തലയാട്ടി ചിരിച്ചു. വീടിന് ഗേറ്റ് ഇന്നലെ വെച്ചതേ ഉള്ളൂ. കോൺക്രീറ്റ് ഉറക്കാൻ ഇരുഭാഗവും കയറിട്ട് കെട്ടി മരത്തടി കൊണ്ട് സപ്പോർട്ട് നിർത്തിയതാണ്. ആർക്കും അങ്ങോട്ടോ ഇങ്ങോട്ടോ കടന്നു വരാൻ കഴിയില്ല. പിറകിലൂടെ ഒരു ഇടവഴിയുണ്ട്. പിന്നെ മതിൽ ചാടണം. അത് അവൾക്ക് നല്ലോണം അറിയുന്ന കാര്യമായതുകൊണ്ട് പ്രശ്നമില്ല. വലിയൊരു സാഹസം ജയിച്ച് വന്ന കിതപ്പോടെ അവൾ കാറിലേക്ക് വന്ന് സീറ്റിലേക്ക് ചാടിയിരുന്നു. വേഗം വിട്ടോ, അവൾ ആ സീറ്റിലേക്ക് ചാരും മുമ്പേ പറഞ്ഞു. എന്താടോ, തൻ്റെ പിറകിൽ പട്ടി കൂടിയോ? അവൻ കാർ സ്റ്റാർട്ട് ചെയ്യും നേരം ചിരിയോടെ ചോദിച്ചു. തുടരും. അടുത്ത ഭാഗവുമായി വരാവേ. കഥ ഇഷ്ടമാകുന്നുണ്ടോ? കഥ ബോറാകുന്നുണ്ടോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം വേണം. കമൻറ്റ് വളരെ കുറയാണ്. സപ്പോർട്ട് ചെയ്യണം. ഞാനിതൊന്നും മറന്നിട്ടില്ല. നിങ്ങൾ എന്നെയും മറക്കരുത്. ഓക്കെ, താങ്ക് യു.